പ്രണവത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൗമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് സംസാരിക്കുന്നത് ഈ മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചാണ്. നമ്മൾ എപ്പോഴും പറയും മരണാനന്തര കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഞ്ചയനം നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ സഞ്ചയനം നടത്തുക എന്ന് പറയുന്നത് ഈ അസ്ഥി പെറുക്കി നടത്തുന്ന കർമ്മങ്ങളാണല്ലോ. അപ്പോൾ ഈ ഒരു കർമ്മം എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ടേ നിലനിന്നിരുന്ന ഒരു കർമ്മമാണോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടുകയായിരുന്നു. അപ്പോൾ പിന്നീടാണ് ഇത്തരത്തിലുള്ള അഗ്നിയിലേക്ക് എടുത്തു വെക്കുക അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു സഞ്ചയന കർമ്മം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ളതാണോ? അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്, പ്രാധാന്യം എന്താണ്? ഇത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് മരണകർമ്മം എന്ന് പറയുന്നത്, ഈ മരണകർമ്മം പണ്ടുണ്ടായിരുന്നതാണെന്ന് വെച്ചാൽ മനുഷ്യൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതെല്ലാം പണ്ട് മുതലുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ സഞ്ചയനം എന്ന് പറയുന്നൊരു കാര്യവും പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ചിലർ തെറ്റിദ്ധരിച്ചിട്ട് ഈ അസ്ഥി 5-ന്റെ അന്ന് അല്ലെങ്കിൽ 7-ന്റെ അന്ന് പെറുക്കിയെടുത്തിട്ട് നിമജ്ജനം ചെയ്യുക, അതാണ് സഞ്ചയനം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം, പൂർവ്വകാലങ്ങളിൽ പൈസ ഉള്ളവർ മാത്രമേ അഗ്നിക്ക് കൊടുത്തിരുന്നുള്ളൂ, അല്ലാതെ കുലം നോക്കിയിട്ടല്ലായിരുന്നു. അന്നും ഏറ്റവും താഴെ ഉള്ള കുലങ്ങളിലൊന്നും അങ്ങനെ ദഹിപ്പിക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ അലിഖിത നിയമങ്ങളായിരുന്നു. അതായത് മുമ്പ് പറഞ്ഞ ഈ കുലക്കാർ ചെയ്തു വെച്ച അഭ്യാസങ്ങളാണ്. ആ കാലഘട്ടത്തിൽ തന്നെ പണമുള്ളവർക്ക് ദഹിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഏത് കുലത്തിലായാലും പണവും, ഓരോ കുലത്തിൻ്റെ അധിപതികൾക്ക് പണവസതിയുള്ളവർ അവർ ദഹിപ്പിക്കാൻ മറ്റുള്ളവരായിരുന്നല്ലേ ഇങ്ങനെയുള്ള ദഹിപ്പിക്കുന്നതെല്ലാം സമ്പത്തുള്ളവരാണ്. സമ്പത്തില്ലാത്ത ഉന്നത കുലത്തിലാണെങ്കിൽ പോലും അവർ കുഴിച്ചിടാനേ പറ്റുള്ളൂ, കാരണം അവർക്ക് സാമ്പത്തികം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും ഈ പറഞ്ഞ മരണകർമ്മം എല്ലാം ഉണ്ടായിരുന്നു, സഞ്ചയനം ഉണ്ടായിരുന്നു. 5-ന്റെ അന്ന് അല്ലെങ്കിൽ 7-ന്റെ അന്ന് അല്ലെങ്കിൽ 9, 10 ദിവസത്തിനുള്ളിലായിരുന്നു സഞ്ചയനം. അല്ലാതെ ഈ അസ്ഥി പറക്കി വെച്ചിട്ട് തന്നെ സഞ്ചയനം ചെയ്യണമെന്ന് ഒരു വേദഗ്രന്ഥങ്ങളിലും ഉത്ബോധിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ കർമ്മങ്ങൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിലുള്ളിൽ 5, 7, 9 ദിവസങ്ങളിൽ സഞ്ചയനം നടത്തണമെന്നും 16 രാത്രി കഴിഞ്ഞാൽ മാത്രമേ പിളവാലായ്മ വിട്ടുപോകുകയുള്ളൂ എന്നായിരുന്നു പൂർവിക കണക്ക്. പിന്നീടാണ് ഇടക്കാലത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞു 10 കഴിഞ്ഞ് 11-ന്റെ അന്ന് തീർക്കണം. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഗോത്രത്തിനെ കണക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്ന ആചാര്യന്മാരുടെ അറിവില്ലായ്മ തന്നെയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 16 എന്ന് പറയുന്നത് ഒരു മന്ത്രജപത്തിൻ്റെ ഏറ്റവും തന്മാത്രയാണ്. അത് വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് പിതൃവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. ഒരു മിടുക്കൻ അങ്ങേര് പറഞ്ഞൊരു കാര്യം, ഒരു യുക്തിവാദിയാണ്. അപ്പോൾ യുക്തിവാദിയും പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. അവരൊക്കെ ചാർവകന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ശ്രീരാമൻ വനവാസത്തിന് പോകുന്നതിന് മുമ്പ് ഈ ചാർവക മുനി അദ്ദേഹത്തിന് കുറേ ബോധം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ചെന്നിട്ട് പറയുന്നുണ്ട്, താങ്കളുടെ തത്വങ്ങളൊന്നും ശരിയല്ല, ഇതൊന്നും വേണ്ട, ഇതെല്ലാം തെറ്റാണ്, ഈ കാണിച്ചു കൂട്ടുന്നൊന്നും വിക്രിയൊന്നും വേണ്ട, അതുകൊണ്ട് ധർമ്മമൊന്നും നോക്കേണ്ട കാര്യമില്ല, താങ്കൾ ഇവിടെ തന്നെ നിൽക്കണം, അച്ഛന് കൊടുത്ത വാക്കൊന്നും പാലിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് മുനി കുറേ ഉപദേശിക്കുന്നുണ്ട്. അതാണ് ചാർവകന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ, അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതരിച്ച് മനുഷ്യജന്മം എടുത്തപ്പോഴും ആ ഭഗവാനോട് പോലും തർക്കിക്കാൻ യുക്തിവാദി ഉണ്ടായിരുന്നു എന്നാണ് നമ്മളെ പുരാണം കാണിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള യുക്തിവാദികളോടൊന്നും നമുക്ക് പ്രത്യേകിച്ച് അവരെ ഉപദേശിക്കാനൊന്നുമില്ല. കാരണം അവരുടെ ജീവിതം യുക്തി കൊണ്ട് ജീവിച്ച് തീർക്കാനുള്ളതാണ്. ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ, അവരുടെ ബുദ്ധി അവർക്ക് പോലും ഉപയോഗപ്രദമാകാതെ, അതായത് അവർക്ക് പോലും ഉപയോഗിക്കാതെ മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ യുക്തിവാദി ചോദിച്ചൊരു ചോദ്യം, താങ്കൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 16 രാത്രി കഴിഞ്ഞാലേ ആത്മാവ് പോവുള്ളൂ എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. മരിച്ച വീട്ടിൽ ആത്മാവൊന്നുമില്ല, ആകെ പോകാനുള്ളത് രോഗാണുക്കൾ മാത്രമേ ഉള്ളൂ എന്ന്. ഇപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഞാനല്ലായിരുന്നു, എൻ്റെ കൂടെയുള്ള ആളായിരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞാണ് ഈ വിവരം. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, അങ്ങേരോട് പറയായിരുന്നില്ല മരിച്ച വീട്ടിൽ രോഗാണു പോകണമെന്നുണ്ടെങ്കിൽ രോഗം വന്ന് മരിച്ച ഒരാൾക്കല്ലേ രോഗാണു പോകേണ്ട ആവശ്യമുള്ളൂ? ഒരു അറ്റാക്ക് വന്ന ഒരാൾക്ക് രോഗാണു ഉണ്ടാവുമോ? അല്ലെങ്കിൽ വയസ്സായി മരിച്ച ഒരാൾക്ക് രോഗാണു ഉണ്ടാവുമോ? അപ്പോൾ യുക്തിവാദികൾ യുക്തി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ. എൻ്റെ അടുത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനപ്പോൾ തന്നെ ചോദിച്ചേനെ, ഈ പറഞ്ഞ വയസ്സായി മരിച്ച ഒരാൾക്ക് എന്ത് രോഗാണു, പിന്നെ അറ്റാക്ക് വന്ന ഒരാൾക്ക് എന്ത് രോഗമാണെന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് അത് ഓർമ്മ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിരുന്നാലും ഈ പ്രോഗ്രാമെല്ലാം യുക്തിവാദികളും കാണുന്നുണ്ട്, എല്ലാ വിഭാഗം ആളുകളും കാണുന്നുണ്ടെന്നുള്ളത് നമുക്ക് പൂർണ്ണബോധത്തോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യുക്തിവാദികളോട് നമുക്ക് തർക്കിച്ച് നിൽക്കാനായിട്ട് എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം കൊണ്ട് അവർ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് പറയുന്നത്. അല്ലാതെ യുക്തിവാദിയുടെ യുക്തി, ഇപ്പോൾ ഒരു തെക്കൻ ജില്ലകളിലുള്ളൊരു വിദ്വാൻ തലയിൽ തട്ടം വെച്ച് കത്തിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നൊരു സമ്പ്രദായമൊക്കെ TV ഷോകളിലൊക്കെ പറയാറുണ്ട്. പുള്ളി തലയിൽ തട്ടം വെച്ച് കത്തിക്കും, പിന്നെ ബിരിയാണി പുള്ളിയുടെ വീട്ടിൽ വന്നവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന പറയാം. തലയിൽ വെച്ച് തട്ടം വെച്ച്, അതായത് ഒരു തോർത്ത് വട്ടം കെട്ടും, എന്നിട്ട് ഈ തട്ടം
തട്ടം കത്തിക്കും. തിരിയുടെ തട്ടം കത്തിച്ചിട്ട് അതിന്റെ മുകളിൽ പാത്രം വെച്ച് അങ്ങേര് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന പറയാം. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, അല്ല അയാൾ പറഞ്ഞൊരു കാര്യമാണ്. അയാൾ TV ഷോകളിലൊക്കെ വന്നിട്ട് ഈ തട്ടം വെച്ച് കത്തിക്കാറുണ്ട്. അതായത് ഇതൊക്കെ യുക്തി കാണിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ തലയിൽ ഇങ്ങനെ ചെയ്താൽ പോലും ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഈ ജ്യോതിഷം എന്ന് പറയുന്ന സാധനമൊക്കെ തട്ടിപ്പെന്നൊക്കെ പറയാൻ വേണ്ടി ആൾ കാണിക്കുന്നതാ. അപ്പൊ ഞാനൊരു ഷോയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അങ്ങേരോട് പറഞ്ഞു, തൻ്റെ തലയിൽ തട്ടമല്ല വെച്ച് കത്തിക്കണ്ടേ, തളം വയ്ക്കാൻ പറഞ്ഞു, നെല്ലിക്കത്തളം. കാരണം അതാണ് ഇതിനുള്ള ഒരു മരുന്ന്. അല്ലാതെ ഇങ്ങനെ ജനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് ആരെങ്കിലുമൊക്കെ തലയിൽ തട്ടം വെച്ച് കത്തിച്ച് ഇതിൻ്റെ ചൂട് ഒരുപാടൊക്കെ തലയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറൊക്കെ ചുരുങ്ങുകയും അപ്പൊ നിലവിലുള്ള ബുദ്ധി ഇല്ലാണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അതെ, അപ്പൊ അതല്ല അയാൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള യുക്തിയെല്ലാം പറഞ്ഞു കൊടുത്ത് അവസാനം ഇത് തന്നെ ചില യുക്തിവാദികൾ ഒരു 84 വയസ്സൊക്കെ എത്തുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിരുന്നു 84 വയസ്സായി, ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അപ്പൊ ഇത്രയും കാലം ഇൻകിലാബ് വിളിച്ച് നടക്കായിരുന്നു. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇതല്ലായിരുന്നു ശരി, ഈ വഴിയായിരുന്നു ശരി. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഉറക്കം ഉണ്ടാവില്ല. ഉറക്കം വരണമെങ്കിൽ ഇൻകിലാബ് വിളിച്ചോണ്ട് ഉറക്കം വരുമോ? നമ്മൾ ഇൻകിലാബുകാരെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. കാരണം എനിക്കും ഇൻകിലാബിനോട് തന്നെയാണ് ഇഷ്ടം. ഞാൻ ആ ഒരു ചായവുള്ള പാർട്ടി തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭ്രാന്തില്ല. ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് ഭ്രാന്തില്ലാത്ത ഒരു മനുഷ്യനില്ല. മനുഷ്യനായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭ്രാന്തുണ്ട്, ലിമിറ്റ് ഭ്രാന്ത്. അതുകൊണ്ടാണ് നമുക്ക് ഒന്നിനോട് ഒരു അഭിനിവേശം, ആഗ്രഹമെല്ലാം വരുന്നത്. എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് പരിധി അളവിന് മേലെ, അതായത് 50% മേലെ, 60 അതിന് മേലേക്കൊക്കെ വരുമ്പോഴാണ് ശരിക്കും മുഴുവൻ ഭ്രാന്തായിട്ട് മാറും. അങ്ങനെയുള്ളവരാണ് ശരിക്കും റോട്ടിലൂടെ അലഞ്ഞു തിരിയുക. കാരണം അവർക്ക് അവരുടെ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് 50 വരെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭ്രാന്തുണ്ടാവും. ഭ്രാന്തുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൃഗസമാനമാവും. ഇപ്പൊ ഭ്രാന്താണ് നമ്മളെ കൊണ്ട് ഓരോന്നിനോട് ഒരു ആഗ്രഹം തോന്നിക്കുക. അതാണ് നമ്മുടെ ഭ്രാന്ത് എന്ന് പറയും. ഇപ്പോൾ ഒരു ചിലർക്ക് സിനിമ ഭ്രാന്താന്ന് പറയും, അവർക്ക് ഭ്രാന്താണ് അത്. അതേപോലെ ചിലർക്ക് അഭിനയ ഭ്രാന്താണ്. അത് ആ ഒരു ആഗ്രഹമുള്ളത്, അതാണ് ശരിക്കും ആഗ്രഹത്തിന് തന്നെയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അമിതമായി കഴിയുമ്പോൾ, അതായത് നിയന്ത്രണം നമ്മളിൽ നിന്ന് വിട്ട് കഴിയുമ്പോഴാണ് മുഴുവട്ടായിട്ട് മാറിപ്പോകും. അപ്പം അങ്ങനെയുള്ള ഒരു മുഴുവട്ടിലേക്ക് സമൂഹത്തിനെ തള്ളിവിട്ടത് കൊണ്ടൊന്നും ഈ വിടുന്നവർക്കും ഗുണമില്ല, അതിനെ അനുകരിച്ച് വരുന്നവർക്കും ഗുണമില്ല. ചില ഷോകളൊക്കെ കാണിക്കുമ്പോൾ മുമ്പ് അവർ പറഞ്ഞു കാണിക്കും, ഇതൊന്നും നിങ്ങൾ അനുകരിക്കരുത്, അപകടമാണ്. അപ്പൊ ഇതേപോലെ ഇവരുടെ പിന്നാലെ പോകുമ്പോഴും നമ്മുടെ ജീവിതം നമുക്കില്ലാതായി പോകും എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോകുന്നവർക്ക് അങ്ങനെ തോന്നുന്നത്. ഈ പറഞ്ഞ വയസ്സാവുമ്പോൾ ആത്മീയത വരാൻ കാരണം എന്താ? വയസ്സാവുമ്പോൾ ആത്മീയത വരാൻ കാരണം ഇത്രയും കാലം നമ്മൾ ജീവിച്ച നമ്മളുടെ തത്വശാസ്ത്രങ്ങളൊന്നും, നിദ്ര എന്ന് പറയുന്ന ആ ഒരു സുഖം, മനസ്സമാധാനം അല്ലേ, അതാണ് നിദ്ര. നമുക്ക് സുഖം കിട്ടാന്ന് പറഞ്ഞു. നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു സുഖം എന്നാൽ എന്താണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സുഖം എന്ന് പറഞ്ഞ പോലെ ചിലർക്ക് നിദ്ര സുഖമാണ്. ഇത് നിദ്ര സുഖമല്ലെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ജീവിക്കുന്ന 24 മണിക്കൂറിൽ 1/3 ഭാഗമെങ്കിലും നിദ്രയ്ക്ക് വേണ്ടി, വിശ്രമത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നാണ് പറയുന്നത്. അത് തന്നെ ചിലർ 6 മണിക്കൂർ, പിന്നെ ചില വിദ്വാൻമാരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ 3 മണിക്കൂറൊക്കെ നിദ്ര വെറുതെ പറയുന്നതാണ്. സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് മിനിമം 6 മണിക്കൂർ എങ്കിലും ഉറങ്ങിയാൽ മാത്രമേ നമ്മളുടെ അവയവങ്ങളെല്ലാം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അവര് 3 മണിക്കൂർ ഉറങ്ങുമെന്ന് പറഞ്ഞാൽ രാത്രി 3 മണിക്കൂർ ഉറങ്ങുന്നുണ്ടാവുള്ളൂ, പിന്നെ പകൽ സമയങ്ങളിൽ ഇടവിട്ട് ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ കാണുമ്പോൾ നമ്മളുടെ അധികാരി നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം പ്രവർത്തിക്കുകയാണെന്നുള്ള ഒരു സിമ്പതി, ആ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പറയുന്നതെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും ഈ പറഞ്ഞ മരണകർമ്മത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് തന്നെ 16 രാത്രി കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ പിതൃ നമുക്ക് അനുഗ്രഹം തരികയുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം ഈ മരണകർമ്മമൊക്കെ ചെയ്യുമ്പോൾ ഈ സഞ്ചയനം എന്ന് പറയുന്നത് തന്നെ ഈ അസ്ഥി കൊണ്ടുവന്നിട്ട് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം പൂർവ്വകാലങ്ങളിൽ കുഴിച്ചിടുന്നവർക്കും ഈ പറഞ്ഞ കർമ്മമെല്ലാം ഉണ്ടായിരുന്നു. അന്നെല്ലാം മരിച്ച ദിവസം മുതൽ 16 തളിച്ചു കുളിക്കുന്നവരെ നിത്യബലി ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ നിത്യബലി കൂടി ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നീടാണ് നിത്യബലിയൊക്കെ ഒഴിവാക്കി നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി കുറച്ച് കൊണ്ടുവന്നാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ ഈ മരിച്ച അന്നും പിറ്റേ ദിവസം ബലിയിടുക, അത് കഴിഞ്ഞാൽ പിന്നെ സഞ്ചയനത്തിന് ബലിയിടുക, പിന്നെ തീർക്കണം അന്നൊരു ബലിയിടുക, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇതെല്ലാം പൂർവ്വകാലങ്ങളിൽ കൃത്യമായിട്ട് തന്നെ ചെയ്തിരുന്നൊരു കാര്യമാണ്. പിൽക്കാലത്ത് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നിനും സമയമില്ല, നമ്മുടെ ഓട്ടമാണ്. അതായത് എന്തിനു വേണ്ടി ഓടുന്നതെന്ന് വെച്ചാൽ ഓടണമെന്ന് അറിഞ്ഞൂടാ, കുറേ ധനത്തിന് വേണ്ടി ഓടുന്നത്. ആ ഓട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ഓടി ഒരുപാട് സമ്പാദിച്ചു, പക്ഷെ പോയപ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ മനുഷ്യൻ ഈ ധനത്തിന് വേണ്ടി, അത് പണ്ട് കാലം മുതലുള്ളത് തന്നെയാണ്. അതേപോലെ നമ്മളുടെ മഹാനായ ചക്രവർത്തി അലക്സാണ്ടർ ബോണപ്പാർട്ട്
അദ്ദേഹം മരിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോയില്ല. അങ്ങനെയൊക്കെ നമ്മൾ കഥ എഴുതി വെച്ചിട്ടുണ്ട്. കയ്യിലെന്തോ ഒരു ഇത് എഴുതി വെച്ചേക്കായിരുന്നു. കാരണം ആ ഒരു ഉപദേശമായിരുന്നു, ഞാൻ ഇത്രയൊക്കെ ഓടിയിട്ട് എനിക്ക് പോണ സമയത്ത് 6 അടി മണ്ണല്ലാതെ വേറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പിന്നാലെ വരില്ല എന്നാണ് അദ്ദേഹം ഉപദേശിച്ചിട്ട് പോയെന്നാണ് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ എന്നിരുന്നാലും അപ്പോൾ ഈ മരണകർമ്മം നമ്മൾ പറഞ്ഞതിൻ്റെ കാരണം ഈ സഞ്ചയനം എന്ന് പറയുന്നത് അസ്ഥി നിമജ്ജനം എന്നുള്ളതല്ല, മരിച്ച 5 അതാണ് സഞ്ചയനം. 5, 7, 9 ദിവസങ്ങളിൽ വരുന്നതാണ്. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരിച്ചു എന്ന് നമുക്ക് ഇൻറ്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 16 രാത്രിക്കുള്ളിൽ എല്ലാ കർമ്മങ്ങളും തീർത്ത് കളയണം. അല്ലാതെ 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് പിന്നീട് ഈ കർമ്മമൊന്നുമില്ല, നേരെ കൊണ്ടുവരിക, ആ ജഡം സംസ്കരിച്ച് കളയാമെന്നല്ലാതെ അതിന് വേറെ പ്രസക്തിയൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ഊന്നി പറയുന്നത്. അപ്പോൾ പൂർണ്ണ ബോധത്തോടുകൂടി തന്നെ ജീവിക്കുക. നമ്മളുടെ ജീവിതം നമുക്ക് മാത്രം എന്നുള്ള ബോധത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളും നന്നാവും, നമ്മുടെ കുടുംബവും നന്നാവും, നമ്മുടെ സമൂഹവും നാടും എല്ലാം നന്നാവും. പ്രണവത്തിൻ്റെ ഇന്നത്തെ സെഗ്മെന്റ് പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.